വിക്ടിമിന്റെ ലൈഫ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വാർത്ത കഴിഞ്ഞാൽ പോലും അവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അപ്പോഴും പല സമൂഹം ഫേസ് ചെയ്യുന്നുണ്ട്, മീഡിയയിലൂടെ വരുന്നില്ലായിരിക്കും. സമൂഹം അവരെ ഫേസ് ചെയ്യുന്നത് പുറത്തു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് കളിയാക്കലാവാം, അപമാനമാവാം, അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വന്നത് പല ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഇവറ്റോ നിരപരാധികളാണെങ്കിൽ പോലും പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു മാറ്റമൊന്നും സംഭവിക്കാറാണ്. ഇവിടെ അങ്ങനെയാണ് വഴി. കേരളം എന്നല്ല, ഏത് രാജ്യത്താണ് ഇത് അങ്ങനെയാണ്. അതിന് ഒരു പേരും വിളിക്കും, സിസ്റ്റം. അത്രേ ഉള്ളൂ. അതിനെ കുറെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഒരു കേസിൽ ഒരു പ്രതി അകപ്പെടുന്നു. പ്രതി ആ കേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയേണ്ടത് കോടതിയിൽ നിന്നാണ്, തെളിവുകളടക്കം. പക്ഷെ ഒരു കേസിന്റെ ഒരു വാർത്ത വന്ന ആ മൊമെന്റ് മുതൽ അയാൾ പ്രതിയാണ്. ഓൺലൈനിൽ വാർത്ത വായിക്കുന്ന ലോകത്ത് അയാൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ വരെ മനസ്സിലായി അയാൾ പ്രതിയാണ്. അടുത്ത സമയത്തുള്ള പല കേസുകളും നമുക്കറിയാം. ഓരോ പേരുകൾ വരുമ്പോഴത്തേക്ക് അത് മുദ്രകുത്തപ്പെട്ടു. നാളെ ഇത് തെളിയുന്നത് ആരും അറിയുന്നില്ല. നാളെ ഈ കേസ് ഒഴിവാക്കിയതോ കേസ് വിഡ്രോ ചെയ്തൊന്നും ആരും അറിയുന്നില്ല. വിക്ടിംസ് എപ്പോഴും അങ്ങനെയാണ്. പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തലയിൽ വരും. ഞാനല്ല എന്തായാലും സിസ്റ്റം മാറ്റുന്നത് പബ്ലിക് ചോദ്യം ചെയ്തേക്കാം. ചോദ്യം ചെയ്യാൻ എത്ര പബ്ലിക് ഉണ്ട്, എത്ര പേര് കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ, തിരിച്ച് ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ ഇതിന് മാറ്റം വരെ എനിക്ക് അറിയില്ല. പക്ഷെ പുനർചിന്ത ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അത് ഒരാളെ ചോദിച്ചാൽ അയാൾ ഒറ്റപ്പെടുത്തേ ഉള്ളൂ. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചോദിക്കാൻ പറ്റിയാൽ അത് ചിലപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. ചെയ്യുന്ന തെറ്റാണെന്നും പിടിച്ചാൽ ഇത്ര ശിക്ഷയേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടുമാണ് ഓരോ തെറ്റ് ചെയ്യുന്നത്. പണ്ട് തൊട്ടുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ തെറ്റ് ആ കാലത്ത് ഇന്ന് ശിക്ഷ കൊടുക്കുമ്പോൾ അത് മാറുമായിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ്. അതേ ശിക്ഷനെ ഫോളോ ചെയ്ത് ഇന്നും ചെയ്താൽ ഇത്രേ ഉള്ളൂ എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നിയമത്തിനുണ്ടാകുന്ന ഒരു കുറുക്കുവഴിയല്ലേ അത്. ആ സിസ്റ്റം മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? അല്ല, അതാ പറഞ്ഞത്. അത് മാറുക എന്ന് പറയുന്നത് ചെറിയ പ്രോസസ് അല്ലല്ലോ. ഇപ്പൊ നമുക്ക് നിയമ വ്യവസ്ഥിതിയിൽ ഒരു കുറ്റം ചെയ്താൽ ഇത്രയാണ് ശിക്ഷ എന്നുള്ളത് നമുക്കറിയാം. ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള അതിന്റെ സബ് വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് പബ്ലിക്കിന് അറിയാം. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് കുട്ടിക്കും കിട്ടും. അപ്പൊ ഒരു തെറ്റിനെ എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നും ആ തെറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നും നമ്മുടെ ലീഗൽ പോയിന്റ്സിലൂടെ നമുക്കറിയാം. അപ്പൊ പിന്നെ ഇത് എനിക്കറിയില്ല ഇത് എന്ത് മാറ്റം വരാൻ പോകുന്നത് എനിക്കറിയില്ല. മാറ്റം വന്നാൽ സന്തോഷം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും പറയുന്നുണ്ട്, ഡയലോഗ് തന്നെ പറയുന്നുണ്ട് ഒരുപാട്. അതേപടി പ്രേക്ഷകർ ഫീൽ ചെയ്യിപ്പിക്കുന്നത് വലിയ പാടുള്ള പണിയാണ്. അത് അടിപൊളി ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത മഴയുടെ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഭയങ്കര കാര്യമായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സീൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് വർക്ക്ഔട്ട് ചെയ്തെന്ന് വെച്ചാല് ബേസിക്കലി എന്നെ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രഞ്ജൻ ചേട്ടൻ മ്യൂസിക്കാണ്. അത് നമുക്ക് ആ മ്യൂസിക് നിങ്ങൾ കണ്ട പടത്തിൽ ടൈലന്റ് നമ്മൾ ആദ്യം 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യണം. അപ്പൊ ആ ഷൂട്ട് ചെയ്യണ സമയത്ത് എല്ലാവരും ചേച്ചി നിൽക്കുമ്പോ സംഗീതം കൂടി നിൽക്കുമ്പോ ആ ഷോട്ട് കഴിഞ്ഞപ്പോ ഒരു ഓട്ടോമാറ്റിക്കലി പാട്ട് പ്ലേ ചെയ്ത് അപ്പൊ അതിന്റെ ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടിയോ ഓൾറെഡി. പിന്നെ ഈ ഷോട്ട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അഭിലാഷേട്ടാ ഈ ഷോട്ടിന് കൂടെ ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ പാട്ടൊന്ന് പ്ലേ ചെയ്ത ഭയങ്കര, കാരണം ആ ടീമിൽ തന്നെ ഭയങ്കര ഇമോഷണലി നമ്മൾ കണക്ട് ആയി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. പിന്നെ എങ്ങനെയൊക്കെ അഭിനയിച്ച് പിന്നെ സംഗീത ചേച്ചിയിലൂടെ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അത് എനിക്ക് അന്ന് ലാസ്റ്റ് ഷോട്ടിലെ കൈ പിടിച്ച് അല്ലെങ്കിൽ എന്നെ നോക്കുന്ന ഒരു നോട്ടം എന്നെ കണ്ണോട്ടം അറിഞ്ഞു. ഞാൻ ഭയങ്കര സിംഗായി നന്നായിട്ട് ഭയങ്കര സിംഗായി. അപ്പൊ എനിക്ക് അധികം പണിയെടുക്കേണ്ടി വന്നില്ല. അദ്ദേഹമായിട്ടൊരു സ്റ്റേജ് ഷെയർ ചെയ്തു. അപ്പൊ അഭിലാഷേട്ടൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ആനന്ദ് ശ്രീബാലെ കാണുന്നതിന് മുമ്പ് എന്തായാലും കമ്പോ കണ്ടിരിക്കുമെന്ന്. അപ്പൊ ഇന്നലെ സിനിമ ഇറങ്ങി ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ മൊത്തത്തില്. ഇപ്പൊ എന്താണ് ചെയ്യാൻ പറയുന്നത്? ഇല്ല, അത് ആദ്യം ഒരു കാര്യം പറയാം. ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല. ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പ്രോസ്പെക്റ്റിൽ അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും. അതാണ് അതിന്റെ ബേസിക് റീസൺ. അപ്പം ഇപ്പം ശിവ സാറ് ചെയ്യുന്ന ഒരു സിനിമ ശിവ സാറ് പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവും. ഇത് കേട്ട സൂര്യ സാർ ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ. അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും. ഈ കങ്കുവ 4 മണിക്ക് പോയി കണ്ട ആളെ വേറെ ഒന്നുമല്ല, കാരണം നമ്മളവിടെ അടുത്ത ദിവസം വരുമല്ലേ അതിന്റെ രീതിയില്. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം, അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ റിവ്യൂസ് വരുമ്പോ ഒക്കെ വളരെ മോശം. പക്ഷെ
നമ്മളതൊന്നും പ്രശ്നമൊന്നും കേട്ടോ. ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ ഫാനായിട്ട് പോയതാണ്. ഇത് വെച്ച് ഞങ്ങൾ ആ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ്. ആനന്ദ് ശ്രീപാദ ടീമിന് അദ്ദേഹത്തിനൊപ്പം സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു അപർണയും ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത്. മാളിപ്പോ വിഷ്ണു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ് കേട്ടോ. അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ലെവൽ സിനിമയായിരിക്കും എന്നായിരുന്നു കരുതിയത്. മേക്കിംഗ് വൈസിലൊന്നും അല്ലെങ്കിൽ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടല്ലോ. എന്തോ എനിക്ക് അറിയില്ല, എല്ലാ ഓഡിയൻസും അത് കണക്ട് ആയിട്ടില്ല. അതാണ് അതിന്റെ ബേസിക് റീസൺ. ഇനി അതിനെ പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് കങ്കുവ ടീംസും സൂര്യ ഫാൻസും വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് പൊക്കാനുണ്ട്. ഏത് കങ്കുവയുടെ ലേശം അല്ല, നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു. എല്ലാ സിനിമയും എല്ലാവരും കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. നീ ക്യാമറ ഓഫ് ഇട്ടെന്ന് കാണണേ. തിയേറ്റർ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇത് വെച്ചിട്ട് നാളെ സ്ക്രീൻസിന്റെ എണ്ണം കൂടുതലാണ്, ഷോസിന്റെ എണ്ണം ഇനിയും കയറുകയാണ്. അതായത് നമ്മളിപ്പോ കഴിവതും ഇട്ടിരുന്നതൊക്കെ 2 സ്ക്രീനോടെ സെക്കൻഡ് സ്ക്രീനിൽ ഇട്ടുകൊണ്ടിരുന്നത് സിനിമകൾ നാളെ തൊട്ട് ആ സ്ക്രീനിലേക്ക് മാറുകയാണ്. അപ്പം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പം ഈ വന്നേക്കുന്ന മീഡിയാസിനോടൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ സിനിമ ഒരു വിജയം തന്നെ ആയിരിക്കും. കാരണം അത്യാവശ്യം മുതൽ മുടക്കുള്ളൊരു സിനിമയാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ.